ഒന്നായി ചേർന്നു പാടാം സ്വർഗവാണി സ്വർഗവാണി. ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സ്വർഗവാണിയിലൂടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിട്ട് കിട്ടാത്തവരെല്ലാവരും ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും. സ്വർഗവാണി എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സന്തോഷം. ഇത് ആരാണ് വിളിക്കുന്നത്? ഞാൻ കല്ലുപ്പാറ, അച്ചൻകുഞ്ഞ് കല്ലുപ്പാറ. കല്ലുപ്പാറ എന്ന് പറഞ്ഞാൽ തിരുവല്ല? തിരുവല്ല. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം വർക്കൊന്നുമില്ല, ആത്മീയ ഫീൽഡുമായിട്ടുള്ള വർക്കാണ്. ഓ, ശരി. വീട്ടിലാരൊക്കെയുണ്ട്? പിന്നെ വീട്ടില് വൈഫ്, ഞാന്. നിങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? വരേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രോഗ്രാം അതാ കൂടുതൽ കാണുന്നത്. ഓ, ശരി. വളരെ സന്തോഷം. പിന്നെ അങ്കിൾ എന്തുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ? എന്താ വിശേഷം? ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു. ആകുന്നിടത്തോളം ആത്മീയ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അതെ, അത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. അത് തന്നെയാണല്ലോ അല്ലേ? ഞാൻ മെയിൻ തന്നെ കള്ളിയും കഞ്ചാവൊക്കെ അടിച്ചു നടക്കുന്ന പിള്ളേരെയൊക്കെ തിരുത്തിയെടുക്കാൻ ഒത്തിരി പരിശ്രമിക്കുന്നു. ഒത്തിരി റിസൾട്ട് കിട്ടുന്നു. പിന്നെ പോകുന്നു. ഓക്കെ. അതെ, ഞാനും ഈ സുഖമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു തിരുത്തം വന്ന് ആത്മീയത്തിലോട്ട് വന്നത്. ഓ, ശരി. ഇപ്പം സജീവമായിട്ട് അങ്കിളുടെ മിനിസ്റ്ററിയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്കിൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോബ് ഒരു ഏറ്റവും ബ്ലെസ്സഡ് ഒരു ജോബാണ് കേട്ടോ. കർത്താവിന് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുക, കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക അങ്കിളെ. ഇപ്പം അങ്കിള് ഏത് പാട്ടാണ്? തീർച്ചയായിട്ടും അങ്കിള് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ദൈവകൃപയിൽ ആശ്രയിച്ചോ? അങ്കിളൊന്ന് ഒരു 2 വരി പാടുവോ എന്നെ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. സോങ് ആയിരുന്നു. അങ്കിളിനെ കൊണ്ട് ആ പാട്ട് മൊത്തം പാടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ കോളേഴ്സ് ഒക്കെ വെയിറ്റിംഗിലാണ് കേട്ടോ. അങ്കിളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. വീണ്ടും വിളിക്കാം അങ്കിളെ. നമ്മുടെ അച്ചൻകുഞ്ഞങ്കളാണ് വിളിച്ചത്. കല്ലുപ്പാറ, തിരുവല്ല എന്ന് തോന്നുന്നു കല്ലുപ്പാറ. അപ്പോൾ എന്തായാലും വിളിച്ച് അദ്ദേഹം നല്ലൊരു സുവിശേഷകൻ കൂടാണ്. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന യൂത്തിനെ. അതാണല്ലോ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ നോക്കുമ്പോഴെല്ലാം കാണുന്നത് ഇങ്ങനെയുള്ള നമുക്ക് ഭയങ്കര ഹൃദയഭേദകമായിട്ടുള്ള അക്രമങ്ങളിലേക്ക് പോകുന്ന ഒരു യുവതലമുറയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും, പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം നമ്മുടെയൊക്കെ വളർന്നു വരുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുക്കുക. ആ ഒരു എന്താ പറയുക, അവർ ആ വഴിവിട്ട ജീവിതത്തിൽ പോകുമ്പോൾ അവരെ തിരിച്ചു വരുത്താനുള്ള കൗൺസിലിങ്ങുകളും ഒരിക്കലും നമുക്കവരെ ശാസിച്ച് ഈ തിരികെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് എന്താ പറയുക, വളരെ പരിജ്ഞാനത്തോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ സുവിശേഷവേല ചെയ്യുന്ന നമ്മുടെ അച്ചൻകുഞ്ഞങ്കിളിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്കിളിനപ്പോൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. തീർച്ചയായിട്ടും.
ബ്ലെസ്സഡ് സോങ് ആയിരുന്നു ഇത്, സോങ് ആണിത്. പ്രിയ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിനായിട്ട് പറയാം, ഈ പാട്ട് എഴുതിയത് മറ്റാരുമല്ല, ലിറിക്സ് ആൻഡ് മ്യൂസിക് ഇന്ന് ഇവിടെ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന എബി ബ്രദറാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൂടി എഴുതിയ ഒരു പാട്ടാണ്. ഇപ്പം നമ്മളെ വിളിച്ച നമ്മുടെ അച്ഛൻ കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ പാപക്കുഴിയിൽ വീണ അനേക കുഞ്ഞുങ്ങളെ നോക്കി അവരെ തിരിച്ച് തിരിച്ച് നല്ലൊരു മാർഗത്തിലോട്ട് നയിക്കുന്ന നല്ലൊരു സുവിശേഷ വേലയാണ് പ്രിയ അച്ഛൻ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ പാട്ട് പാടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. കാരണം അങ്ങനെ നടക്കുന്നവരെ തേടി വരുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. ആ യേശു ഈ പാട്ട് മൊത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് സ്റ്റാർട്ട് ടു എൻഡ് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ടൈം ഒത്തിരി ലിമിറ്റായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പം ഈ പാട്ടൊക്കെ നിങ്ങളെ ഒത്തിരി ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, സ്വർഗവാണിയല്ലേ? അതെ അതെ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നേ? ഇത് കുഞ്ഞുമോൻ എന്ന് പറയും. ഞാൻ ബുധനൂർ. ഓക്കെ, മാവേലിക്കര ബുധനൂർ അല്ലേ? അങ്കിൾ എന്തുണ്ട് വിശേഷമൊക്കെ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അങ്കിൾ എന്ത് ചെയ്യുവാ? മിനിസ്ട്രി ചെയ്യുവാണോ അതോ വർക്ക് ചെയ്യുവാണോ അതോ ബിസിനസ് ആണോ അതോ മിനിസ്ട്രി ചെയ്യുവാണോ? അല്ല, എനിക്ക് പദ്ധതിയൊന്നും ഇല്ല. ഞാനിപ്പം വീട്ടിലിരിക്കുകയാണ്. തൊഴിലുറപ്പിന് പോകാം. തൊഴിലുറപ്പ് ആണല്ലേ? ഓ ഓ, ശരി ശരി. പിന്നെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഉണ്ട്. അങ്കിള് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പിന്നെ അമ്മയുണ്ട്, അനിയന്മാരുണ്ട്, വൈഫുണ്ട്, മക്കളുണ്ട്. മക്കളൊക്കെ എത്ര പേരാ? മക്കള് 2 പേരുണ്ട്. ഒരാള് ഇപ്പം കായംകുളം വർക്ക് ചെയ്യുന്നു, ഒരാള് എറണാകുളത്ത് പരീക്ഷയായിരുന്നു. ഗ്യാസിന്റെ പരീക്ഷ. അങ്കിളെ വിളിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ടിന്റെ 2 വരി പാടാമോ? പാടിക്കാം. ആശ്വാസത്തിൽ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതുക്കൽ വന്നിൽ മുട്ടിടുമ്പോൾ ആശ്വാസമരുളാൻ വന്നിടുമ്പോൾ അരുമ പിതാവിന്റെയും ഭക്തരം. അങ്കിളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ഞങ്ങൾ ഇന്ന് അങ്കിളിന് വേണ്ടി ഏത് പാട്ടാ പാടിത്തരണ്ടേ? കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ അല്ലേ? ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഈ പാട്ട് അങ്കിളിന് വേണ്ടി പാടാം കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ അങ്കിൾ. ഇപ്പൊ നമ്മൾ വിളിച്ചത് മാവേലിക്കര ബുധനൂരുള്ള കുഞ്ഞുമോൻ അങ്കിളാണ്. അതെ, വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. കുറേ ടൈംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കിട്ടുന്നില്ലായിരുന്നു, കാരണം വേറെ കോളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അതുപോലെ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി. അതെ അതെ, നല്ലൊരു പാട്ട് നമ്മൾ പാടിക്കൊടുക്കാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, കണ്ണുനീർ താഴ്വരയിൽ ഏറ്റവും വലഞ്ഞിടുമ്പോൾ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. ഓക്കെ. ക്രൂരമം ശോധനയോ
തരാൻ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ എന്ന് ഉറപ്പ് തരാൻ നമ്മുടെ ലോകത്തിൽ ഒരു ബന്ധങ്ങൾക്കും കഴിയത്തില്ല. പക്ഷേ നമുക്ക് ഉറപ്പ് തരുന്ന ഒരേ ഒരു സ്നേഹം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമാണ്, അല്ലേ? ആ ഒരു സ്നേഹം നമ്മൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും ഇന്ന് ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. അപ്പം ആ സ്നേഹം നമ്മളെ തേടി വന്നതാണ്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് കൂടി അത്താഴം കഴിക്കുന്ന കർത്താവ് പറയുന്നത്. അപ്പം കർത്താവ് ഇങ്ങനെ വെയിറ്റിങ്ങില്ല. അത് കണ്ടെത്താനായിട്ട് പലരും താമസിച്ച് പോവുക. അപ്പം ഞങ്ങളെ കാണുന്ന എല്ലാവരും കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ കർത്താവിനെ നിങ്ങൾക്കും അറിയുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ? ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാണ് വിളിക്കുന്നത്? വിൻസെന്റ്. വിൻസെന്റ്, എവിടെ അങ്കിളുടെ വീട് എവിടാണ്? ഗുരുവായൂരടുത്ത് അടിയന്നൂര് സ്ഥലത്താണ്. ഓ, ഗുരുവായൂർ. ഓക്കെ ഓക്കെ. അങ്കിളെ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ടോ? ഞാൻ ഇന്നും കാണാറുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു, പിന്നെ അത് കിട്ടിയില്ല, അത് വന്നില്ല. വീട്ടില് ഇപ്പൊ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ലാങ് ആണ് തൃശ്ശൂരുകാരുടെ സ്ലാങ്, സംസാര ആ ഒരു രീതി. എനിക്കെന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, എല്ലാ ആഴ്ചയിലും കാണാറുണ്ട് സുഖവാണി. ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഒരു പാട്ടിന്റെ 2 വരി ഒന്ന്. പാടാം, ഞാൻ പാടാം. സൗണ്ട് അത്ര ശരിയല്ല, എന്നാലും ഞാൻ പാടാം. ഓക്കെ, പാടിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഞാന് കുറച്ചു കാലമായിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആരോഗ്യം എത്ര ഉള്ള സുഖമല്ല, ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്നതന്നെ. ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സ്വർഗവാണി. നല്ല ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക. ദൈവം നല്ല ആയുസ്സും ആരോഗ്യം ഒക്കെ തരട്ടെ. ശരി, കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഞങ്ങളെ വിളിക്കാൻ ഇടയാക്കട്ടെ. നമ്മൾ വിൻസെന്റ് അങ്കിൾ ഗുരുവായൂരിൽ നിന്ന്. ഭയങ്കര രസമാണ് തൃശ്ശൂരുകാരുടെ സ്ലാങ്, അല്ലേ? ഭയങ്കര ഒരു സന്തോഷത്തോടെ സംസാരിച്ച ഒരു അങ്കിള്. അപ്പം നമ്മൾ ആ അങ്കിളിൽ നമുക്ക് സന്തോഷത്തോടെ ഒരു നല്ലൊരു പാട്ടിന്റെ ഒരു 4 വരി. ശരി, ഓക്കെ. അനുഗ്രഹമേകുന്നു യേശു.
അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഒരു അത് പവർഫുൾ സോങ്. തന്നെയല്ല, ഇത് ഒരു കാലത്ത് കേരളത്തിലെ സകല ആളുകളും ഏറ്റെടുത്തൊരു പാട്ടാണ്. അതെ, അതിന്റെ അപ്പുറത്ത് നമ്മളുടെ പ്രിയ സുഹൃത്തായ സാജനയ്യ, അതെ, അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു പ്രസംഗകൻ കൂടാണ്. അപ്പം ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വേദിയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഈ പാട്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം ഫേബ. ഓക്കെ, ഞാനും ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടാണിത്. കാരണം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണത്. അതെ, പിന്നെ അതിലിപ്പം നമ്മളെ വിളിച്ച അങ്കിള് എന്തോ ശാരീരികമായിട്ട് എന്തോ ബുദ്ധിമുട്ടിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാട്ട് എഴുതപ്പെട്ടതും പ്രിയ അയ്യയുടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ അതെ അതെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ തന്നെ രോഗികളായിട്ടൊക്കെ ഭാരപ്പെടുന്ന വ്യക്തികളെ ദൈവം ധാരാളമായിട്ട് ആശ്വസിപ്പിക്കട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ ഹലോ എന്റെ സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാനേ പള്ളുരുത്തിയിൽ നിന്ന് ക്രിൻസാമ്മ മോളി. പള്ളുരുത്തിയിൽ നിന്ന് ക്രിൻസാമ്മ മോളി ടീച്ചറാണ്. ഓക്കെ ഓക്കെ, ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖമായിട്ടിരിക്കണം. ഞാനപ്പോ കൊറേ ദിവസമായി, ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു. ആണല്ലേ? പിന്നെ വിളിക്കാൻ അങ്ങടെ സമയം കിട്ടിയില്ല. ഇന്ന് ഒരു മരണാവശ്യം ഉണ്ടായിരുന്നു, പോയി. അയ്യോ, അതൊന്നും പ്രശ്നമില്ല. എന്നാലും ഇന്ന് കിട്ടിയല്ലോ. സ്വർഗവാണിയുടെ സ്ഥിരം പ്രേക്ഷകയാണല്ലേ? ഞാനിത് കാണും, പക്ഷെ ഇതിനകത്ത് പങ്കെടുക്കാൻ ഒരു പ്രാവശ്യം പറ്റിയിട്ടുള്ളു. സാരമില്ല, ഇനിയും വിളിച്ചു ടൈം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം കേട്ടോ. ആ സുഖമായിട്ടിരിക്കുന്നു. മക്കളൊക്കെ? ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ ടീച്ചർ മക്കൾ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലല്ലോ? ഞാൻ സയൻസാണ്. സയൻസ് ടീച്ചേഴ്സിന്റെ പൊതുവായിട്ടൊക്കെ ഉള്ള പേരുകളാണ് ട്രീസാമ്മ, ട്രീസ ടീച്ചർ അല്ലേ? ആന്റി, വീട്ടില് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരാണോ, ഒരു പെണ്ണും ഒരാണുമാണ്. മോള് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരെ. അവരാദ്യം കുറച്ചാള് ദുബായിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്ന് കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നേ. മകൻ IT ഇതില്, മോളും ടീച്ചറാണ്. ഓക്കെ, അപ്പൊ എല്ലാം ഒരു ഫാമിലി ഫുൾ ടീച്ചേഴ്സിന്റെ ബഹളമാണ്. എന്റെ ഫാദറിലോ എന്റെ നാത്തൂന്മാരെല്ലാരും ടീച്ചർമാരാണ്. അതൊരു ബ്ലെസ്സിംഗ് ആണ് കേട്ടോ. ടീച്ചർ എന്ന് പറയുന്നത് ഒരു അതുല്യമായ ജോലിയാണ്. അപ്പം ട്രീസ് ടീച്ചർ ഞങ്ങൾ അങ്ങനെ വിളിക്കട്ടെ. ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടിട്ട് മോളി ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 2 വരി പാട്ട് പാടുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാവിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാവിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. എൻ ഹൃദയത്തിൻ തേങ്ങലുകൾ നാഥായൻ പ്രാർത്ഥന, എൻ ഹൃദയത്തിൻ വിങ്ങലുകൾ നാഥായൻ ബലിയർപ്പണം. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാവിൻ മുൻപിൽ വിതുമ്പിക്കരഞ്ഞു ഞാൻ. വളരെ അതെ, ഒരു ലിബിൻസ് കറിയാന്ന് പറഞ്ഞൊരു പുതിയതായിട്ടുള്ള പാട്ടുകാരനുണ്ടല്ലോ. ശരി, അദ്ദേഹത്തിന്റെ പാട്ടാണല്ലേ? നല്ല നല്ല വരികൾ, നല്ല അർത്ഥവത്തായിട്ടുള്ള വരികൾ. അതെ, കേട്ടപ്പോ തന്നെ എനിക്ക് എങ്ങനെ പഠിക്കണോന്നുള്ളൊരു ആഗ്രഹം തോന്നിയാണ്. മോളി ടീച്ചർ പാടിയപ്പോ നാഥായൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മോൾ ടീച്ചറിന് വേണ്ടിട്ട് ഏത് പാട്ടാ ഇന്ന് പാടി തരണ്ടേ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ഓക്കെ ഓക്കെ, അത് തീർച്ചയായിട്ടും ഞങ്ങൾ മോൾ ടീച്ചറിന് വേണ്ടി ആ പാട്ട് പാടും കേട്ടോ. വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കാം. നമ്മളെ വിളിച്ചത്
മോൾ ടീച്ചറാണ് അല്ലേ, ട്രീസ ടീച്ചർ. പക്ഷെ എനിക്ക് മോൾ ടീച്ചർ എന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിലും എനിക്ക് ട്രീസ ടീച്ചർ എന്ന് പറയുന്നത് പ്രത്യേക ഇഷ്ടമാണ്, ട്രീസാമ. അപ്പോൾ ടീച്ചർ നല്ലൊരു പാട്ട് പാടി നമ്മളെ കേൾപ്പിച്ചു. അപ്പോൾ ടീച്ചറിന് നമ്മൾ അതേ ഫീലിൽ തന്നെ ടീച്ചറിന് നല്ലൊരു പാട്ട് നമ്മൾ പാടിക്കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടീച്ചർമാർക്ക് വേണ്ടി പാടേണ്ടത്. അതെ. അപ്പോൾ ടീച്ചർ ഒരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കപ്പം അതൊന്ന് നോക്കാം. ശരി ശരി. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. ഒരു സമയത്ത് എല്ലാവരുടെയും ഡയലർ ട്യൂൺ പോലും ഈ പാട്ട്. ദൈവം തന്നതല്ലാതൊന്നും. അതെ. അപ്പം അത് വളരെ അർത്ഥവത്തായ വരികളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കുവാണെങ്കിൽ ദൈവം തന്നതല്ലായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരുപടി നല്ല ഗാനങ്ങളുമായിട്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. നിങ്ങൾ പാടി തന്ന പാട്ടുകളൊക്കെ ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ ഞങ്ങൾ പാടിയ പാട്ടുകൾ നിങ്ങൾക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പം ഞങ്ങളെ വിളിച്ച മോൾ ടീച്ചർ സഹിതം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്തു, ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അതിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞങ്ങളുമായിട്ട് നിങ്ങൾ സൂൺ കണക്റ്റ് ആവുന്നതായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം അങ്ങനെ നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഇത്ര നേരം വളരെ നല്ല ഗാനങ്ങൾ നിങ്ങൾ ശ്രവിക്കുകയുണ്ടായി, നിങ്ങൾ ഞങ്ങൾക്കും പാടിത്തന്നു. ഇനിയുള്ള സമയം ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായി ഞങ്ങൾ വിട വാങ്ങുന്നു.